വെണ്ടയ്ക്ക് ഉണക്കമത്തിയില്ലേ അതെടുക്കാൻ പോകുന്നല്ലോ. അപ്പൊ എല്ലാവരും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ നിങ്ങള് വെണ്ടയ്ക്ക് ഉണക്കമത്തി വീഡിയോ എല്ലാവരും കണ്ടിട്ട് വരൂ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്കും ഉണക്കമത്തിയും കൂടിയുള്ള ഒരു കറിയാണ്. അപ്പോൾ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. കുറച്ച് വെണ്ടയ്ക്ക, പച്ചമുളക്, ചെറിയുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു തക്കാളി. ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. ഞാനപ്പോ അവിടെ ഓരോന്നായിട്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക, തക്കാളി, കുറച്ച് ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, ഉണക്കമത്തി. നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് ഉപ്പൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്താണ്. തീ കത്തിച്ച് നമ്മൾ പാത്രം വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നത്. ചെറിയുള്ളി, പച്ചമുളക്, അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ നന്നായിട്ട് വഴണ്ടി വരണം. കഴുകി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് വഴണ്ട് കളറെല്ലാം നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് എടുത്ത് വെച്ചാൽ ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിൽ പൊടികളൊക്കെ വറുത്തെടുക്കാൻ പോകണം. മസാലപ്പൊടികളെല്ലാം ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ പൊടികൾ ചൂടാക്കാനായിട്ട് എണ്ണ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3.5 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ട് ആ പച്ചമുളകൊക്കെ കാണുമ്പോൾ മുറിച്ചെടുക്കും. തീ കമ്മിയാക്കി വെച്ചിട്ട് വേണം പൊടി വറക്കാൻ. കരിഞ്ഞ് പോകാൻ പാടില്ല. പൊടി നന്നായിട്ട് ചൂടായി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വഴറ്റി വെച്ച ഇട്ട് പാകത്തിന് വെള്ളം ഒഴിക്കുക. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരും. വെണ്ടയ്ക്ക നന്നായി തിളച്ച് വെന്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉണക്കമത്തി ഇട്ട് കൊടുക്കും. കറി അവിടെ തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് തേങ്ങ ചിരവിയെടുക്കാം. 1 മുറി തേങ്ങയാണ് ചിരവിയെടുക്കുന്നത്.
തേങ്ങ നമ്മൾ വറുത്തരച്ചിട്ടാണ് കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ജീരകം ഒന്ന് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു മുറി തേങ്ങ നമ്മൾ എടുത്തിരിക്കണം. തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വെണ്ടയ്ക്ക ഏകദേശം വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിനി മീനിട്ട് കൊടുക്കണം. മീൻ നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവണ വരെ വറുത്തെടുക്കണം. അതിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടു. അപ്പം മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് പുളി, വാളംപുളിയാണിത്. ഇത് നമ്മൾ കുറച്ച് നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ച് കുതിർത്തിയതാണ്. അപ്പം പുളി നന്നായി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കുറച്ച് നേരം തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം. പുളിയൊക്കെ ഒഴിച്ച് മീൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് അരച്ചെടുത്ത തേങ്ങ ഇട്ട് കൊടുക്കണം. ഒരുപാട് ലൂസാവണ്ട. വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചാറ് കുറച്ച് കട്ടിയായിട്ടിരിക്കുന്നതാണ് നല്ലത്. ഒരുപാട് ലൂസായ ടേസ്റ്റ് കുറവാണ്. ഒഴിച്ച് കൊടുത്ത കറി ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കടുക് വറുത്ത് താളിക്കാൻ പോവുകയാണ്. അതിനായിട്ട് പുറത്തതാ പാത്രം വെച്ച് വെളിച്ചെണ്ണയിലാണ് കടുക് വറുക്കാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ കൊടുക്കും. ആയിട്ടുണ്ട്. ഉണക്കമീൻ കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് നമ്മുടെ പാലക്കാടൻ സ്പെഷ്യൽ ഐറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്യും. ഒരു വെണ്ടയ്ക്കയും മീനും കൂടി കഴിക്കണം. എന്നാലും അതിന്റെ ടേസ്റ്റ്. അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു കറിയാണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.